ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. +1 മാത്സിലെ 4ാമത്തെ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പർ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സെറ്റ് എന്ന ചാപ്റ്റർ നിന്ന് എടുത്തു കഴിഞ്ഞ് അതിൻ്റെ എക്സാം കഴിഞ്ഞ് ചാപ്റ്റർ വൈസ് വീഡിയോ ഇട്ട് അതിനിടയിൽ കൂടെ നമ്മൾ ലീനിയർ ഇക്വാളിറ്റി നമ്മുടെ മഴക്ക് വന്നപ്പോൾ അതിനിടയിൽ എടുത്തിരുന്ന് അത് നന്നായിട്ട് പഠിക്കുക. ആ വീഡിയോ കാണാം കേട്ടോ. ഇനി അടുത്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്. എല്ലാ ബാച്ചിലും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാച്ചിലോ 2 ബാച്ചിലോ ഈ ഇതിലെ ചാപ്റ്റേഴ്സിൽ എല്ലാ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഇനി എക്സാമാണ് അടുത്ത ആഴ്ച പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ചാപ്റ്റർ ആണ്. കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പഠിച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇയറിലുള്ള +1 പിള്ളേരെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്. +2 പഠിക്കണില്ലേ, അവർ പഠിച്ചിരുന്നപ്പോൾ +1 എങ്ങനെയാണോ അതിൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ആ ക്വസ്റ്റ്യൻസ് ഏറ്റവും അവസാനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ, 4 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ എക്സാമിന് വരിക. 4 മാർക്കിന് കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ കോംപ്ലക്സ് നമ്പർ. 11ാമത്തെ ക്വസ്റ്റ്യനും 4 മാർക്കും കിട്ടും. കൊമേഴ്സുകാർക്കാണെങ്കിലും ഒരു 5 മാർക്കോ 6 മാർക്കോ വരുന്നുണ്ട്. സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ 10 വരെയും റിയൽ നമ്പറാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പഠിച്ച്. ഇനി ഇവിടെ +1 തൊട്ടപ്പോൾ ഏറ്റവും വലിയ നമ്പർ കോംപ്ലക്സ് നമ്പർ ആണ്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുന്ന നമ്പേഴ്സാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുന്ന നമ്പേഴ്സ് √-4, √-4, അതേപോലെ തന്നെ √-5, √-6. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതിന് വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ അല്ലേ? ഇതിന് വാല്യൂ കണ്ടുപിടിക്കാൻ എല്ലാവരും പഠിച്ചിരുന്നു. ഒരുമിച്ച് പറഞ്ഞ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത്? √-1 × 4 എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. √-1 × √4. ഇവിടെ നിങ്ങൾ പഠിച്ച സാധനമാണ്, ഏറ്റവും മെയിൻ സാധനമാണ്. √-1 = എന്താണ്? i × √4 2 ആണ്. 2i എന്ന് പഠിച്ച്. പണ്ടാണ് ഇത് ചെയ്യാൻ പറ്റൂലായിരുന്നു 10ൽ. ഇപ്പം നമ്മുടെ കോംപ്ലക്സ് നമ്പർ പഠിച്ചതിന് ഈ സാധനം ചെയ്യാൻ പറ്റി. ബുദ്ധിമുട്ടില്ലല്ലോ. 4ാമത്തെ ചാപ്റ്റർ 4 മാർക്ക് മെയിൻ എക്സാമിന് കേട്ടോ. ചിലപ്പോൾ അങ്ങനെ 6 മാർക്കിലോട്ട് പോകും. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുറേ കൊല്ലങ്ങളായിട്ട് ഇതിന് വരാറ്. മെയിൻ എക്സാമിന് 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും കോംപ്ലക്സ് നമ്പർ ചെയ്യുന്നത്. സിമ്പിളാണ്. ഏറ്റവും ആദ്യം ഇതിൽ കീ പോയിന്റ്സ് ഒരു 7-4-5 പോയിന്റുകളെല്ലാം പഠിച്ച പോയിന്റുകളാണ്. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. എന്നിട്ട് ഏറ്റവും അവസാനം എക്സാം പേപ്പറിലെ ക്വസ്റ്റ്യൻസും മാക്സിമം ഒരു 10-11 ക്വസ്റ്റ്യനേ ഉള്ളൂ. ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നോക്കിക്കോ, കോംപ്ലക്സ് നമ്പറിൽ നിങ്ങൾ ഫുള്ളായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കുറച്ച് കീ പോയിന്റ്സ് ആണ് ഏറ്റവും ആദ്യം എടുത്തിരിക്കുന്നത്. നോക്കിക്കോ, ഇഫ് Z = a + ib. ഇപ്പം തന്നെ പഠിക്കുക. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് a + ib. എന്ന് ചോദിച്ചാൽ Z = a + ib. അതിൽ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആ കോംപ്ലക്സ് നമ്പറിന്. ഏതൊക്കെയെന്ന് പറഞ്ഞേ? എ എന്ന് പറഞ്ഞ പാർട്ടിയാണ് റിയൽ പാർട്ടും, ഐയുടെ ഒപ്പം ഇരിക്കുന്ന ആൾ ബീന ഇമാജിനറി പാർട്ടും. റിയൽ പാർട്ടിന് ഷോർട്ട് ഫോമാണ് RE ഓഫ് Z = a റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ഓഫ് Z = b. ഐയുടെ ഒപ്പം ഇരിക്കുന്ന ആൾ IB അല്ല, വെറും ബി. ബുദ്ധിമുട്ടില്ല. Z = a + ib സ്റ്റാൻഡേർഡ് ഫോം. അതിൽ A റിയൽ പാർട്ട്, B ഇമാജിനറി പാർട്ട്. ഒന്നാമത്തെ കിട്ടുകയും എല്ലാവരും പഠിച്ച സാധനമാണ്. ഇനി രണ്ടാമത്തെ നോക്കിക്കോട്ടെ. ഇഫ് Z = a + ib then Z bar എന്തായിരുന്നു മക്കളെ? പഠിച്ചല്ല. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറുടെ കോൺജുഗേറ്റിനെയാണ് എന്ന് പറയാ Z bar എന്ന് പറയാം. കോൺജുഗേറ്റിനെയാണ് Z bar എന്ന് പറയാം. ഓക്കെ, നോക്കിയോ. Z bar എന്താണ് നോക്കി? Z bar = ഇവിടെ എന്താണോ ഇമാജിനറി പാർട്ടിന് സൈൻ അതിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. എന്താണോ ഇമാജിനറി പാർട്ടിന് സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ഇട്ട്. Z bar = a - b. അപ്പോൾ Z = a - b ആണെങ്കിൽ Z bar a + ib ആവും. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. അതാണ് എന്ത്? കോൺജുഗേറ്റ്. നിങ്ങൾ പഠിച്ച സാധനം. ഇനി അടുത്തതാണ്, അവിടെ നിന്ന് നിങ്ങൾ ഒരു കാര്യം പഠിച്ച് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിന് മോഡുലസ് കോൺജുഗേറ്റ് ഡിനോട്ട് ചെയ്യുക Z bar. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പറാ. ഒരു കോംപ്ലക്സ് നമ്പർ മോഡുലസ് എങ്ങനെയാ? മോഡുലസ് എങ്ങനെയാണ് പണ്ട് പഠിച്ചത്? അതേപോലെ തന്നെ 2 വട റൈറ്റിലും ലെഫ്റ്റിലൂടെ നടുവിൽ സെറ്റ് ഇട്ട് കൊടുക്കാം. മോഡുലസ് Z = a + ib. മോഡുലസ് Z = റിയൽ പാർട്ട് സ്ക്വയർ. റിയൽ പാർട്ട് ആണ് a² പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ b². √a² + b². അങ്ങനെ പഠിക്കുന്നതിന് നല്ലത് ഇങ്ങനെ പഠിക്കുന്നതാണ്. റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ബുദ്ധിമുട്ടില്ലല്ലോ. 2 ഇക്വേഷൻ പഠിച്ചിട്ടാ. കോൺജുഗേറ്റ് എന്തായിരുന്നു? ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. മോഡുലസ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഈ 2 സാധനം പഠിച്ചാൽ മാത്രമേ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അടിക്കാൻ പറ്റുള്ളൂ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് പറയും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അതിൻ്റെ ഇക്വേഷൻ പഠിക്കാൻ നോക്കിക്കോ. Z = a + ib then Z⁻⁻1. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് Z⁻⁻1 ഓർ നമ്മുടെ ബുക്കിൽ ചിലപ്പോൾ കാണാം 1/z. Z⁻⁻1 ആണ് എപ്പോഴും യൂസ് ചെയ്യാറ്. Z⁻⁻1 ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം. Z bar / mod x². വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
z raised to minus 1 equal to conjugate divided by modulus of complex number in square. z bar conjugate ആണ്. മോഡുലസ് z മോഡുലസ് ആണ് ഇതിന്റെ സ്ക്വയർ. z bar divided by മോഡുലസ് z സ്ക്വയർ. ബുദ്ധിമുട്ടില്ലല്ല, സിമ്പിൾ ആണല്ല. ഇനി പഠിക്കേണ്ട സാധനങ്ങൾ ഐയുടെ വാല്യൂസ് ആണ്. ഐയുടെ വാല്യൂസ് നേരത്തെ ഞാൻ പറഞ്ഞു ഐ റേസ് ടു 1 ഐ ആണ്. ഐ ഈക്വൽ ടു √-1. ഇനി ഐ സ്ക്വയറിന്റെ വാല്യൂ എല്ലാവരും പഠിപ്പിച്ചതാണ് -1. ഐ ക്യൂബിന്റെ വാല്യൂ -i. അതേപോലെ തന്നെ ഐ റേസ് ടു 4ന്റെ വാല്യൂ 1. ഐ റേസ് ടു 4n. ഐ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഐ റേസ് ടു ഐന്റെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ എന്താണ് 1 എന്ന് വെച്ചാൽ ഐ റേസ് ടു 4 ഈക്വൽ ടു 1. ഐ റേസ് ടു 8 ഈക്വൽ ടു 1. ഐ റേസ് ടു 20 ഈക്വൽ ടു 1. ഐ റേസ് ടു 14 ഈക്വൽ ടു 1. 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഐ റേസ് ടു പവർ വന്നാലും ആൻസർ 1 ആണ്. അതാണ് നമ്മുടെ ഐ റേസ് ടു 4n ഈക്വൽ ടു 1 കേട്ടോ. ഇത്രയും വാല്യൂസ് അതേപോലെ തന്നെ ഈക്വേഷൻസും ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ ഇതിലെ ക്വസ്റ്റ്യൻസ് കാണാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2 ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക് നോക്കാം. വാ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഈ സാധനമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് 11ാം ദിവസം മെയിൻ എക്സാമിന് വരാം. ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 - 3i. ഇവിടുത്തെ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ z ഈക്വൽ, ഇവിടെ പേര് കൊടുത്തിട്ടില്ല z എന്ന്, ഞാൻ കൊടുക്കുകയാണ് z ഈക്വൽ ടു 4 - 3i. ഇതാണ് ഇവിടുത്തെ കോംപ്ലക്സ് നമ്പർ. എനിക്കിതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, തൊട്ടും പഠിച്ച്. z റേസ് ടു -1 ഈക്വൽ ടു z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് z സ്ക്വയർ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി z ബാർ കാണാം, കോൺജുഗേറ്റ് കാണാം. കോൺജുഗേറ്റ് എന്താണെന്ന് പഠിച്ച് റിയൽ പാർട്ടി അല്ല ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് ആയി കൊടുക്കുക. റിയൽ പാർട്ട് എന്താണോ അത് തന്നെ ചെയ്താൽ 4n. ഇനി ഇമാജിനറി പാർട്ട് -3, അപ്പോൾ എന്ത് ചെയ്തണം +3 ആയി ഇട്ട് കൊടുക്കുക. z ബാർ ഈക്വൽ ടു 4 + 3i കണ്ടുപിടിച്ച് ഇനി എന്താണ് കണ്ടുപിടിക്കുക മോഡുലസ് z കണ്ടുപിടിക്കുക. മോഡുലസ് z സിമ്പിൾ ആണ്. ഇക്വേഷൻ പഠിച്ച് √ റിയൽ പാർട്ട് സ്ക്വയർ 4 സ്ക്വയർ പ്ലസ് നിർബന്ധമാണ് പ്ലസ് ഇടല്, പ്ലസ് ഇടാൻ മറക്കരുത്. ഇനി ഇമാജിനറി പാർട്ട് -3 ആണ്. ഇമാജിനറി പാർട്ട് -3 ആണ്. -3യുടെ സ്ക്വയർ, സ്ക്വയറാണ് -3. പ്ലസും മൈനസും മൈനസ് ആകരുത്, തെറ്റിക്കരുത് ഈ സാർ. ഇനി മോഡുലസിന് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ ആൻസർ ചെയ്താൽ 4 സ്ക്വയർ തരണം. 4 × 4 16 പ്ലസ് -3 സ്ക്വയർ -3 × -3 മൈനസ് മൈനസ് ക്യാൻസൽ പ്ലസ് ആയി 3 × 3 9. √16 + 9 എത്രയാണ് കേട്ടോ √25 ആണ്. √25 പെർഫെക്റ്റ് റൂട്ടാണ് എന്തിൻ്റെ 5 × 5 അല്ലേ റൂട്ട്, 5 × 5 25. √25 ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയ സാധനം ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ z റേസ് ടു -1 ഈക്വൽ ടു z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് z സ്ക്വയർ. z ബാർ നമുക്കറിയാം ഒന്ന് പറഞ്ഞേ 4 - 3i. 4 - അല്ല 4 + 3i. 4 - 3i z ആണ്. z ബാർ 4 + 3i ഡിവൈഡഡ് ബൈ മോഡുലസ് z. മോഡുലസ് z എന്താണ് ഇവിടെ പറഞ്ഞേ 5 ആണ്. 5 എഴുതി നിർത്തരുത്, സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും പറഞ്ഞേ 4 + 3i ഡിവൈഡഡ് ബൈ 25. ഇത്ര മാത്രമേ ഏരിയ ഫുൾ മാർക്ക് കിട്ടും. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്തത് A+i B ഫോമിലോട്ട് ചെയ്താൽ ബൈ 25 രണ്ടാളും കൊടുക്കുക. എന്ന് വെച്ചാൽ 4/25 പ്ലസ് 3/25i. ബുദ്ധിമുട്ടില്ലല്ലോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ട് കോൺജുഗേറ്റ് കണ്ടുപിടിച്ച് മോഡുലസ് കണ്ടുപിടിച്ച് ഇക്വേഷൻ ഇട്ട് കൊടുത്ത് z റേസ് ടു -1 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z ഈക്വൽ ടു z ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് z സ്ക്വയർ. പഠിക്കാണ്ട് പോരുത്, കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇവിടുത്തെ ചാപ്റ്റർ എക്സാമിനും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ, നമ്പർ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിച്ചിരിക്കുക. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 5 - 3i ഹോൾ ക്യൂബ് ഇൻ ദ ഫോം ഓഫ് a+ib. ഈ ഒരു സാധനത്തിന് a+ib ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പഠിച്ചൊരു ഇക്വേഷനാണ് a - b ഹോൾ ക്യൂബിൻ്റെ ഇക്വേഷൻ. മറക്കരുത്, a+b പഠിച്ച a - b കിട്ടും, ബുദ്ധിമുട്ടില്ല. a - b ഹോൾ ക്യൂബ് എന്തായിരുന്നു ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിക്കുക. a³ - 3a² b അടുത്ത പ്ലസ് 3ab² - b³. കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. എന്ന് പറഞ്ഞ് a³ - 3a² b പ്ലസ് 3ab² - b³ പ്ലസ് ആണെങ്കിൽ എല്ലായിടത്തും പ്ലസ്, മൈനസ് ആണെങ്കിൽ ആദ്യം മൈനസ് പിന്നെ പ്ലസ് പിന്നെ മൈനസ് പിന്നെ പ്ലസ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇടയിലിടയിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ബുദ്ധിമുട്ടില്ല. ഇനി ഈ ഒരു ഇക്വേഷൻ വേണ്ടി ഇട്ട് കൊടുക്കുക, വേറെ പണിയൊന്നുമില്ല. നോക്കിക്കോ 5 - 3i ഹോൾ ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
അല്ലേ? 5 മൈനസ് 3i ഹോൾ ക്യൂബ്, a മൈനസ് ബി ഹോൾ ക്യൂബ് പോലെ. ഇവിടുത്തെ a എന്താന്ന് പറയുന്നത് എനിക്ക് a എന്താണ് ഇവിടെ കിടക്കുന്ന സാധനം a എന്താണ് 5 ആണ്. ഇനി b ഒന്ന് എനിക്ക് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഫുൾ ടേമിനാണ് b എന്ന് വിളിക്കുക കേട്ടോ. ഇതെന്തല്ല ഇമാജിനറി പാർട്ടിൽ a മൈനസ് ബി ഹോൾ ക്യൂബ് ആണ്. ഇവിടെ b എന്ന് പറയുന്നത് ഫുൾ ടേം ആണ് 3i. സൈൻ നോക്കണ്ട, പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ഇവിടുത്തെ മാത്രം നോക്കിയാൽ മതി 3i. a കിട്ടി b കിട്ടി. ഇനി ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് a ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് 5 ക്യൂബ് മൈനസ് 3a സ്ക്വയർ 3 ഇൻറ്റു a സ്ക്വയർ എന്താണ് 5 സ്ക്വയർ ഇൻറ്റു b എന്താണ് 3a സ്ക്വയർ ഇൻറ്റു b. അടുത്ത് പ്ലസ് 3ab സ്ക്വയർ 3 ഉണ്ട് 3 ഇൻറ്റു a എന്താണ് മക്കളെ a എന്താണ് 5 ഇൻറ്റു b സ്ക്വയർ b എന്താണ് 3i സ്ക്വയർ. ബുദ്ധിമുട്ടില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇനി ഏറ്റവും അവസാനം എന്നിട്ട് കൊടുക്കണം മൈനസ് ബി ക്യൂബ്. ഞാൻ ഇപ്പുറത്ത് വായിക്കുന്നുണ്ട് മൈനസ് ബി ക്യൂബ്. ബി നമ്മുടെ കയ്യിലുണ്ടല്ലോ, പിന്നെ ബുദ്ധിമുട്ടുണ്ട്. ബി നമ്മുടെ കയ്യിലുണ്ട് 3i ആണ് 3i ക്യൂബ്. ബുദ്ധിമുട്ടില്ല, ഞാൻ മാറ്റി എങ്ങനെയാണ് a ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ഇനി എന്ത് ചെയ്യുക, ഇതിൽ ആൻസേഴ്സ് ഇട്ട് കൊടുക്കുക. 5 ക്യൂബ് 5 ഇൻറ്റു 5 ഇൻറ്റു 5 5 ഇൻറ്റു 5 ആണ് 25 25 ഇൻറ്റു 5 125 വന്നിട്ട് ഇതോട്ട് മക്കളെ 125 മൈനസ് അടുത്ത് 3 ഇൻറ്റു 5 സ്ക്വയർ 25 ആണ് ഇൻറ്റു 3i പ്ലസ് അടുത്ത് 3 ഇൻറ്റു 5 ഇൻറ്റു 3i സ്ക്വയർ വെച്ചാൽ 3i ഇൻറ്റു 3i അല്ലെങ്കിൽ 3 സ്ക്വയർ ഇൻറ്റു i സ്ക്വയർ. അത് മാത്രം സെലക്ട് ചെയ്യുക 3i ഇൻറ്റു 3i. ആദ്യം എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം 3i സ്ക്വയറിന് നിന്ന് നമ്മൾ ഇതും 3i ഇൻറ്റു 3 എന്ന് ഇതും. ആദ്യം കോയിഫിഷ്യൻറ്റ് 3 ഇൻറ്റു 3 എന്നിട്ട് i ഇളമിൽ i ഇൻറ്റു i 3 ഇൻറ്റു 3 എന്താണ് മക്കളെ പഠിച്ച് നിങ്ങൾ 9 ആണ്. ഇനി i ഇൻറ്റു i എന്താണ് i സ്ക്വയർ ആണ്. i സ്ക്വയറിന് വാല്യൂ എന്താണ് -1 9 ഇൻറ്റു -1 -9 എന്ന് കിട്ടും. അത് ഇട്ട് കൊടുക്കുക -9. അടുത്ത് മൈനസ് 3i ക്യൂബ് 3i ക്യൂബ്. ആ ക്യൂബിന് ഓരോന്നിനും കൊടുക്കുക. അപ്പം എന്ത് വരും 3 ക്യൂബ് ഇൻറ്റു i ക്യൂബ്. ഓരോന്നിനും കൊടുക്കുക 3 ക്യൂബ് ഇൻറ്റു i ക്യൂബ്. 3 ക്യൂബ് എത്രയാണ് 27 ഇടും. 3 ഇൻറ്റു 3 ഇൻറ്റു 3 27 ഇൻറ്റു i ക്യൂബിൻ്റെ വാല്യൂ പഠിച്ച് -i ആണ്. 3 ഇൻറ്റു -i എന്ന് പറഞ്ഞാൽ -27i. ആ മൈനസും ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട് +27i ആവും. തെറ്റിക്കരുത് കേട്ടോ. ഞാൻ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്, കുറച്ച് വലുതാണ്. കാൽക്കുലേറ്റർ എടുക്കാം. എല്ലാവരും കാൽക്കുലേറ്റർ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ. എക്സാമിലായാലും കാൽക്കുലേറ്റർ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് സിംപ്ലിഫൈ ചെയ്യട്ടെ. നോക്കിക്കോ 125 മൈനസ് 3 ഇൻറ്റു 25 ഇട്ട് കൊടുക്കുക 3 ഇൻറ്റു 25 കഴിഞ്ഞിട്ടില്ല ഇൻറ്റു 3. അപ്പം കിട്ടും 225. നിർത്തരുത് i ഇട്ട് കൊടുക്കുക. 3 ഇൻറ്റു 25 ഇൻറ്റു 3 ഇൻറ്റു 25 ഇൻറ്റു 3 എന്നിട്ട് i ഇട്ട് കൊടുക്കുക. അടുത്ത് പ്ലസ് ആണ്. അടുത്ത് ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിക്കോ. 3 ഇൻറ്റു 5 ഇൻറ്റു -9 അപ്പോൾ എന്ത് കിട്ടും 3 ഇൻറ്റു 5 ഇൻറ്റു 9 ഇട്ട് കൊടുക്കുക. 135 അത് എന്താക്കുക -135 ആക്കുക. ഇവിടുത്തെ കാൽക്കുലേറ്ററിൽ മൈനസ് ഇടുമ്പോൾ അത് പോവുകയാണ്. അതൊന്നിട്ട് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം ഇട്ട് കൊടുത്ത് മൈനസ് ഇട്ട് കൊടുത്ത് ഇനി എന്തുണ്ട് അവസാനം എന്തുണ്ട് +27i. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമ്പേഴ്സിനൊക്കെ ഒരുമിച്ച് ചെയ്താൽ നമ്പേഴ്സിന് റിയൽ പാർട്സിന് എന്തൊക്കെയാണ് 125 ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട് പറഞ്ഞേ -135 ഉണ്ട്. ഇനി ഐയുടെ ഇവിടെ എന്തൊക്കെയുണ്ട് -225i ഉണ്ട്. അതേപോലെ തന്നെ +27i ഉണ്ട്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക സിമ്പിളായിട്ട് നോക്കിക്കോ. 125 -135 കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ മതി, വേറെ ചെയ്യേണ്ട വരുവാണെന്നില്ല. -10 എന്ന് കിട്ടും. അടുത്ത ഇവിടെയും -225i +27. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുക. -225 +27 അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും -198 എന്ന് കിട്ടും. -198 അവസാനം ഇട്ട് കൊടുക്കുക i ഇട്ട് കൊടുക്കുക. അപ്പം ആൻസറായി a + ib ഫോമിലായി. ഇത് a എന്ന് പറയുന്നത് -n ആണ്, b എന്ന് പറയുന്നത് -198 198. ബുദ്ധിമുട്ടില്ലല്ലോ. a + ib ഫോമിലാണ് വേണ്ടി. ഇതേപോലെ തന്നെ a + b ഹോൾ സ്ക്വയറിന് ഇക്വേഷൻ പഠിച്ച് a² + 2ab + b². -1 ആദ്യം മൈനസ് പിന്നെ പ്ലസ് ഇട്ടാൽ മതി. ആ ഇക്വേഷൻസ് വെച്ച് അതിലുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യുക. ഇതും കറക്റ്റായിട്ട് നോക്കണം. ഇത് കുറച്ച് വലുതാണ്, ഇതും കറക്റ്റായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ കുറച്ചേ ഉള്ളൂ. കാൽക്കുലേറ്റർ ആവശ്യമുള്ളവർ എടുക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഇടയ്ക്കിട്ട് ചോദിക്കാറുണ്ട്. നോക്കിക്കോ. ഫൈൻഡ്
ദ കോൺജുഗേറ്റ് ആൻഡ് മോഡുലസ്. എനിക്ക് ഇസെഡ് ബാറും കണ്ടുപിടിക്കണം. കോൺജുഗേറ്റ് ഇസെഡ് ബാർ, അതേപോലെ തന്നെ മോഡുലസ് വെച്ചാൽ മോഡുലസ് ഇസെഡും കണ്ടുപിടിക്കണം. ഈ ഒരു സാധനത്തിൻ്റെ 5 + i / 2 + 3i. അപ്പോൾ ഇതിങ്ങനെ ഒരു സാധനം തന്നാൽ അതിൻ്റെ കോൺജുഗേറ്റും മോഡുലസ് കണ്ടുപിടിക്കാൻ അറിയില്ല. പക്ഷേ ഇതിനാ എന്ത് ഫോമിലോട്ടാക്കാം? a+ib ഫോമിലോട്ടാക്കാൻ എനിക്ക് പറ്റും. ഡിവിഷനാണ്, ഡിവിഷൻ നിങ്ങൾ പഠിച്ച്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ കോൺജുഗേറ്റും മോഡുലസും കാണാം. നോക്കിക്കോട്ടാ, സിമ്പിളാണ്. ഇവിടെ നോക്കിക്കോ, 5 + i / 2 + 3i ആയിരുന്നു. ഇതിനെന്ത് ഫോമിലോട്ടാക്കണം പറഞ്ഞ്? a+ib ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇത് ആദ്യം ഡിവൈഡ് ചെയ്യുക. എല്ലാവരും പഠിച്ച് 2 + 3 അടിയിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എടുക്കുന്നത് വെച്ചാൽ അടിയിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ സൈൻ എന്താണോ ഇമാജിനറി പാർട്ടിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്തിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും എന്ന് പറയുമ്പോൾ മുകളിൽ എന്ത് വരും? 2 - 3i. ഇനി അടിയിലും എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? 2 - 3i. ബുദ്ധിമുട്ടില്ലല്ല. അടിയിലുള്ള കോംപ്ലക്സ് നമ്പറിന് ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ എടുത്തിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, തെറ്റാണ്ടിരിക്കാൻ ഞാൻ ബ്രാക്കറ്റ് ഇടുകയാണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ എല്ലാവരും പഠിച്ചതാണ്, ബുദ്ധിമുട്ടില്ല. പറയാനോട്ടെ, ബ്രാക്കറ്റ് ഓപ്പൺ ആകുന്നുള്ളൂ. ഫസ്റ്റ് ഡിഗ്രി ബ്രാക്കറ്റ് 5 × 2. അടുത്ത് വരും 5 × -3. 5ൻ്റെ സൈൻ പ്ലസ് ആണ്, അതുകൊണ്ട് +5 × -3i +5 × -3i കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ i വെച്ച് i × 2 പ്ലസ് ആണ് സൈൻ, അപ്പോൾ +i × 2 കഴിഞ്ഞിട്ടില്ല. ഒരോടെയും i × -3i പ്ലസ് ആണ് ഐയുടെ സൈൻ, +i × -3i ഡിവൈഡഡ് ബൈ. അടിയിൽ ഇതേപോലെ ചെയ്യണോ? വേണ്ട ആവശ്യം. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷൻ ആണ് പറഞ്ഞേടാ? a + ib × a - ib = a² + b². a + ib × a - ib = a² + b². ഇത് എയും ബിയും ചേഞ്ച് ഇല്ല, സൈൻ മാത്രം ചേഞ്ച് ഉള്ളൂ. ഇതേപോലെ തന്നെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താ? a² എന്ത് വരും? 2² + b എന്താണ്ടാ? 3². ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി മുകളിൽ ചെയ്യാം. നോക്കിക്കോ, 5 × 2 10 ആണ്. ഓക്കെ, അടുത്ത് 5 × -3 എന്ത് വരും? -15i. അടുത്ത് i × 2 എന്താണ്? +2i വരും. അടുത്തത് കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഇവിടെ ഉണ്ട് i × -3. അത് മാത്രം സെലക്ട് ചെയ്യുക. i × -3 കോയിഫിഷ്യൻ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ ഒന്നുമില്ല എന്ന് പറയുന്നത്, ഒന്നുണ്ട്, ഒന്നിടാത്തതാണ്. 1 × ഇവിടുത്തെ എന്താണ്? -3. എന്നിട്ട് എന്ത് ചെയ്യണം? i × i. 1 × -3 -3 × i × i എന്ന് പറഞ്ഞാൽ i² ആണ്. i² വാല്യൂ -1 ആണ്. -1 -3 × -1 എന്താണ്? +3. ഇവിടെ എന്ത് വരും? +3 ഓൾ ഡിവൈഡഡ് ബൈ 2² 4 ആണ്, 3² 9 ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇതൊന്നും ചെയ്യാം. ആദ്യം നമ്പേഴ്സ് ഒരുമിച്ച് മുകളിൽ. അപ്പോൾ എന്ത് വരും? 10 - 3. ഇനി ഏത് 10 - 3 10 + 10ഉം +3. ഇനി എന്ത് ചെയ്താൽ ഐയുടെ ടൈമില -15i ഉണ്ട്, +2i ഉണ്ട്. ഡിവൈഡഡ് ബൈ കഴിഞ്ഞിട്ടില്ല. ഡിവൈഡ് ബൈ 4 + 9 എത്രയാണ്ടാ? 4 + 9 13. ഇനി 10 + 13 13 ആണ്. ഇനി -15i + 2i. അപ്പോൾ എന്ത് കിട്ടും? -13i ഡിവൈഡഡ് ബൈ 30. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തത് ഇതിനാ. ക്ലാസ് ഞാൻ പഠിപ്പിച്ചാണ്, സ്പ്ലിറ്റ് ചെയ്താണ്. സിമ്പിളാണ്. 13/13 -13/13i. അപ്പം എന്ത് ചെയ്ത്? ഈ 13ഉം 13ഉം ക്യാൻസൽ ചെയ്ത് പോയി. 13 ഒരു പ്രാവശ്യം, 13 ഒരു പ്രാവശ്യം. 1 1 1/1 1 ഓക്കെ, 1. ഇതുപോലെ ഇവിടെയും ക്യാൻസൽ ചെയ്ത് പോയി. 1/1 അപ്പോൾ എന്നിട്ട് 1 - 1i എന്ന് ആൻസർ കിട്ടി. 1 - 1i a + ib ഫോമിലോട്ടായി. ഇനി ഇതിൻ്റെ കോൺജുഗേറ്റും കാണാം, മോഡുലസും കാണാം. കോൺജുഗേറ്റ് z ബാർ = 1 - ഐയുടെ കോൺജുഗേറ്റ് 1 - 1iയുടെ കോൺജുഗേറ്റ് എന്നാണ്. ഈ ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 + i അല്ലെ 1 + 1i 1 + 1i. ഇനി മോഡുലസ് ഇസെറ്റും കാണാൻ സിമ്പിളാണ്. √ റിയൽ പാർട്ട്, ഇവിടുത്തെ റിയൽ പാർട്ട് എന്താണ്? 1² പ്ലസ് ഇമാജിനറി പാർട്ട്, ഇവിടെ നിന്നാണ് ഇമാജിനറി പാർട്ട് -1². -1². ഇനി 1² വാല്യൂ 1 ആണ്, പ്ലസ് -1² എന്താണ്? 1 തന്നെ. 1 + 1 √2 എന്ന് കിട്ടും മോഡുലസ്. √2. ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈ ഒരു സാധനം തന്നെ അതിൻ്റെ മോഡുലസും കോൺജുഗേറ്റ് കാണാൻ പറ. അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ ഈ ഒരു സാധനം ഡിവൈഡ് ചെയ്ത് a + ib ഫോമിലോട്ട് മാറ്റി. ഇനി ആ a + ib ഫോമിലോട്ട് മാറ്റിയാൽ എനിക്ക് എന്ത് കാണാം? കോൺജുഗേറ്റും കാണാം, മോഡുലസും കണ്ടുപിടിക്കാം. ബുദ്ധിമുട്ടില്ലല്ലോ. സിമ്പിളാണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഡിവിഷനും കറക്റ്റായിട്ട് അറിഞ്ഞാൽ മതി. കോൺജുഗേറ്റും മോഡുലസും കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുമ്പ് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചു. ഓക്കെ, 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാ. ഓക്കെ, ഇനി ഒരു ചെറിയ ക്വസ്റ്റ്യൻ. ഡിവിഷനിൽ ചെയ്തൊരു ഭാഗം മാത്രം എടുത്ത് തന്നിട്ടുണ്ട്. ഏതാണ്?
മുകളിലൊരു ഭാഗം മാത്രം. നോക്കി എക്സ്പ്രസ് 1 + 2i × 3 - 4i. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ. എക്സ്പ്രസ് 1 + 2i ഇൻറ്റു ആണിത്, രണ്ട് ടൈം ഉള്ളതുകൊണ്ട് ഇൻറ്റു ഇടുമല്ലോ, ബ്രാക്കറ്റ് ഇടും. 2 × 3 - 4i ഇൻ ദ ഫോം ഓഫ് a + i ഫോമിലോട്ട് മാറ്റണം. സിമ്പിളാണ്. 1 + 2i × 3 - 4i ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 കൊടുക്കുക ആദ്യം. 1 × 3 അടുത്ത് 1 × -4i. 1 സൈൻ പ്ലസ് ആണ്, അപ്പം എന്താ പ്ലസ് 1 × -4i. ഇനി അടുത്തത് ഇവിടെ നിന്നാണ് 2i + 2i ആണ്, അപ്പം നീ +2i × 3 +2i × 3 കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ ചെയ്യും +2i × -4i +2i × -4i. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ചെയ്യാം. 1 × 3 എന്താണ് 3. അടുത്ത് 1 × -4 -4 ആണ്, i ഇട്ട് കൊടുക്കുക -4i. അടുത്ത് 2i × 3 2 × 3 6 ആണ്, +6i എന്നിട്ട് കൊടുക്കുക. ഓക്കെ. അടുത്ത് ഓരോടെ ഉണ്ട് 2i × 3 6i ഏറ്റവും അവസാനം 2i × -4i അത് സെലക്ട് ചെയ്യണം കേട്ടോ. 2i × -4i 2 × -4i ആദ്യം കോയിഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതെന്ത് ചെയ്യുക i മൾട്ടിപ്ലൈ ചെയ്യുക. i × i 2 × -4 എന്താണ് -8 ആണ്, i × i² -1 -8 -1 +8 എന്ന് കിട്ടും. അവിടെ എന്ത് ചെയ്താൽ +8 വെക്കും. ഇനി റിയൽ പാർട്സ് ഒരുമിച്ച് ചെയ്താൽ ഇല്ലാത്ത ടൈം റിയൽ പാർട്ട് ഏതൊക്കെ ഉണ്ട് 3 ഉണ്ട് +8 ഉണ്ട്. ഇനി ഇമാജിൻ പാർട്ട് -4i ഉണ്ട് +6i ഉണ്ട്. 3 + 8 എത്രയാണ്ടാ 8 × 3 = 11 കിട്ടും. ഓക്കെ 11. അടുത്ത് -4i + 6i -4 + 6 2 ആണ്, അപ്പോൾ +2i 11 + 2i എന്ന് ആൻസർ കിട്ടി. 11 + 2i. ബുദ്ധിമുട്ടുണ്ടായി +i ബിലോട്ട് കൺവേർട്ട് ചെയ്ത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അടുത്തത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഇവിടെ. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അത്രയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കി ഏത് ഫോമിൽ നടക്കണം പറഞ്ഞേ, a + ib × a - ib അല്ലേ. എയും ബിയും ചേഞ്ച് ചെയ്യില്ല, സൈൻ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഈക്വൽ ടു ഇക്വേഷൻ അറിയാം a² + b². അപ്പം ഇവിടുത്തെ a എന്താണ് 2 ആണ്, 2² + b എന്താണ് 3 ആണ്, 3². 2² 4 ആണ്, 3² 9 ആണ്. 4 + 9 എന്ത് കിട്ടും 13 ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി, ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്തത് ഇത് കറക്റ്റായിട്ട് പഠിച്ചതാണ്. ഇനി അടുത്തത് നോക്കിയോ. ഇവിടെ നിന്നാണ് ഇത്ര നേരം എന്ത് ചെയ്തില്ല, അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചിരുന്നു. അത് രണ്ടും മാത്രം ചെയ്തില്ല, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഡിവിഷൻ ചെയ്ത് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് പഠിച്ച്. ഇനി ഇവിടെ വരുന്നത് അഡീഷനും സബ്ട്രാക്ഷനും. അതിനുവേണ്ടി രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. z1 = 1 + i ഇതാണ് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ. അത് കോംപ്ലക്സ് നമ്പർ z2 = 1 - i. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ വെച്ചിട്ട് z1 + z2 കാണണം, രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യണം, രണ്ട് കോംപ്ലക്സ് നമ്പർ മൈനസ് ചെയ്യണം. സിമ്പിളാണ്. ആദ്യം എന്ത് ചെയ്യുക z1 + z2 = ആദ്യം ഇതാ z1 എന്താണ്ടാ 1 + i രണ്ട് ടൈമുള്ള ബ്രാക്കറ്റ് ഇടാം പ്ലസ് z2 എന്താണ് 1 - i 1 - i. ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് ഈ സാധനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടില്ലാണ്ട് ഇല്ലേ. ആദ്യം എന്ത് ചെയ്യുക റിയൽ പാർട്സ് ആഡ് ചെയ്യുക. ഇവിടുത്തെ റിയൽ പാർട്ട് എന്താണ് 1 1 ഇവിടുത്തെ ഏതാണ് 1. ആദ്യം എന്ത് ചെയ്യുക 1 + 1 റിയൽ പാർട്ട് ആഡ് ചെയ്ത് പ്ലസ് ഇട്ട് കൊടുക്കുക. ഇനി ഇമാജിനറി പാർട്സ്, ഇവിടെ ഇമാജിനറി പാർട്ട് എന്താണ്ടാ 1 ആണ്, അതിനൊപ്പം ഇരിക്കുന്ന ആൾ 1 ആണ്. അപ്പോൾ 1 + -1 അല്ല, ഇവിടുത്തെ എന്താണ് -1. അപ്പോൾ എന്ത് ചെയ്യണം 1 ആണ് ഇവിടുത്തത്, പ്ലസ് ഇടാ, ഇവിടുത്തെ -1 ആണ്. 1 + -1. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, i ഇട്ട് കൊടുക്കുക ഏറ്റവും അവസാനം. റിയൽ പാർട്ട് ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുക, മൈനസ് ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്കിക്കോട്ടാ 1 + 1 എന്താണ് മക്കളെ 2 ആണ്, അറിയാലോ. ഇനി പ്ലസ് 1 + -1 1 + -1 -1 0i 2 + 0i. റിയൽ പാർട്സ് ആഡ് ചെയ്യുക പ്ലസ് ഇമാജിനറി പാർട്സ് ആഡ് ചെയ്യുക, ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇതേപോലെ തന്നെ എന്തോ പഠിക്കാം നമുക്ക് സബ്ട്രാക്ഷൻ വലിയ വേണമെന്നില്ല, അഡീഷൻ പഠിച്ച സബ്ട്രാക്ഷൻ പഠിക്കാം. z1 - z2 ഓക്കെ ചെയ്യണം നോക്കിക്കോട്ടെ. ആദ്യം ഒന്ന് എഴുതി വെക്കുക, ഒന്ന് പറഞ്ഞേ 1 + i - 1 - i. തെറ്റിക്കരുത്. ആദ്യം എന്ത് ചെയ്യണം റിയൽ പാർട്സ് മൈനസ് ചെയ്യണം, അവിടെ ആഡ് ചെയ്ത് ഇവിടെ മൈനസ് ചെയ്യുക. റിയൽ പാർട്സ് 1 ഉം 1 ഉം മൈനസ് ചെയ്യുക, 1 - 1 = 1 - 1. നടുവിൽ ഇവിടെ പ്ലസ് തന്നെയാണ് കേട്ടോ, മൈനസ് ഉള്ളിലോട്ട് കൊടുത്തു. ഇനി ഇവിടെ നടുവിൽ എന്തായാലും പ്ലസ് തന്നെയാണ്. ഇനി ഇവിടുത്തെ ഈ ഇമാജിനറി പാർട്ട് മൈനസ് ചെയ്യുക. 1 ആണ് ഇവിടുത്തത്, 1 - -1 ഇവിടുത്തെ എന്താണ് ഇമാജിനറി പാർട്ട് -1. അപ്പോൾ എന്ത് ചെയ്തും ഇവിടുത്തെ 1 ആണ്, 1 - -1 അവസാനം i ഇട്ട് കൊടുക്കുക. i
ഇനി 1 മൈനസ് 1 എന്താണ്ടാ 0 പ്ലസ് 1 മൈനസ് മൈനസ് 1 മൈനസ് മൈനസ് പ്ലസ് 1 പ്ലസ് 1 എന്താണ് 2i 0 പ്ലസ് 2i. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 2 പ്ലസ് 0 ആയി കിട്ടി, മൈനസ് ചെയ്തപ്പോൾ 0 പ്ലസ് 2 ആയി കിട്ടി. ബുദ്ധിമുട്ടില്ല, സിമ്പിൾ സാധനമുള്ള. തെറ്റിക്കരുത്, കുറേ കുട്ടികൾ സബ്ട്രാക്ഷൻ തെറ്റിക്കും കേട്ടോ, കുറേ കുട്ടികൾ സബ്ട്രാക്ഷൻ തെറ്റിക്കും. ഇവിടെ പ്ലസ് ഇടാണ് മൈനസ് ഇടും, പ്ലസ് തന്നെയാണ് ഇവിടെ, മൈനസ് മുകളിലോട്ട് എടുക്കുന്നുണ്ട്, പിന്നെ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് എ പ്ലസ് ഐ ബി ഫോമിലോട്ടാണ് എ കിട്ടി, പ്ലസ് ഇടാം ബി കിട്ടി, ഇവിടെ എ പ്ലസ് ഐ ബി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത്. ബുദ്ധിമുട്ടില്ല. ഈ സാധനം ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ വന്നതിനടുത്ത് ചോദിക്കണം കേട്ടോ, ഓഫ്ലൈനിൽ ഇവിടെ ആ ക്ലാസ് വന്ന് ചോദിക്കണം. അഡീഷനും സബ്ട്രാക്ഷനും കഴിയും. അഡീഷൻ നമ്മൾ ചെയ്ത് ഇവിടെ സബ്ട്രാക്ഷൻ ചെയ്ത്, അതേപോലെ തന്നെ ഡിവിഷൻ ചെയ്ത്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിച്ച്. ഇനി ഒരു സാധനം നിങ്ങൾ പഠിച്ചിരുന്നു, പവേഴ്സ് ഓഫ് ഐ, ഐയുടെ പവേഴ്സ് കണ്ടുപിടിക്കാൻ. അത് പോസിറ്റീവിൻ്റെ നെഗറ്റീവിനെ കണ്ടുപിടിക്കാൻ പഠിച്ചത്. അതിനുവേണ്ടി ആ വാല്യൂസ് അറിയണം, തുടക്കം പഠിച്ചത്. ഐ സ്ക്വയർ എന്താണ് മക്കളെ? ഐ സ്ക്വയർ എന്താണ്? -1. ഐ ക്യൂബ് -i ആണ്. ഐ റേസ് ടു 4 1 ആണ്. ഐ റേസ് ടു 4n 1 ആണ്. ഇത്രയും വാല്യൂസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ പവേഴ്സ് ആണ്. ഏറ്റവും ആദ്യം എന്താണ് പിടിക്കാൻ പറഞ്ഞേ? ഐ റേസ് ടു 24 എന്ന് പിടിക്കണം. ഇവിടെ പറഞ്ഞത് ഫൈൻഡ് ഐ റേസ് ടു 24 പ്ലസ് ഐ റേസ് ടു 42 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഐ റേസ് ടു 24 ആണ്, രണ്ടാമത് ഐ റേസ് ടു 42 കാണാം. ഞാൻ രണ്ടും ആഡ് ചെയ്താൽ മതി. ആദ്യം ഐ റേസ് ടു 24 അത് നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 4ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കുക, 24 അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 ഇൻറ്റു എത്രയാണ്? 4 ഇൻറ്റു 6 എത്രയാണ്? 24. 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അതിയുടെ മോൾ ആൻസർ എന്താണ്? 1. ഐ റേസ് ടു 24 കിട്ടി. അടുത്തത് ഐ റേസ് ടു 42 ആണ്. ഐ റേസ് ടു 42 4ന്റെ മൾട്ടിപ്പിൾ ആണ്? അല്ല. 4 ഇൻറ്റു 10 40. അടുത്ത 4 മൾട്ടിപ്പിൾ ഏതാണ്? 44 ആണ്. 42 വന്നിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി 42ന് തൊട്ട് മുമ്പുള്ള 4ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 40 ആണെന്ന് അറിയാം. 4 ഇൻറ്റു 10. അപ്പം എങ്ങനെ എഴുതണം? ഐ റേസ് ടു 14 ആദ്യം ഇട്ട് കൊടുക്കുക. ഐ റേസ് ടു 14 ഇൻറ്റു 14ൻ്റെ ഒപ്പം എത്ര ഐ വേണം? 42 വേണം, 2i വേണം. അപ്പം എന്ത് ചെയ്യുക? ഈ ഐ 2i വെച്ച് ഇൻറ്റു ചെയ്യാം. ഐ റേസ് ടു 14 ഇൻറ്റു ഐ സ്ക്വയർ ഇല്ലേ? ഐ റേസ് ടു 14 പ്ലസ് 2 ഐ റേസ് ടു 40 വാല്യൂ ചേഞ്ച് ആവണില്ല. ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള ഇതൊരു ഇക്വേഷൻ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ഇങ്ങനെ ഇത് ചെയ്യുന്നുള്ളൂ. ഏനോരം അയ്യാന്നുള്ളൂ. ഐ റേസ് ടു 14 പ്ലസ് 2 42 ആണ്, വാല്യൂ ചേഞ്ച് ആവണില്ല. ഇനി ഐ റേസ് ടു 14 4 മൾട്ടിപ്പിൾ ആണ്, 1 ആൻസർ ഇൻറ്റു ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1. 1 ഇൻറ്റു -1 -1. 1 ഇൻറ്റു -1 ഐ റേസ് 24 ഇട്ടി 42. ഞാൻ രണ്ടും ആഡ് ചെയ്യാം, നോക്കിക്കോ. ഐ റേസ് ടു 24 പ്ലസ് ഐ റേസ് ടു 42 ഈക്വൽ ടു ഐ റേസ് 24 1 ആണ്, പ്ലസ് ഐ റേസ് ടു 42 എന്താണ്? -1 ആണ്. 1 പ്ലസ് -1 1 -1 എന്ത് കിട്ടും? 0. എങ്ങാനും ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതാൻ പറയാം. 0 a പ്ലസ് ഐ ബി എന്നുവെച്ചാൽ ഒന്നുമില്ല. ഏതൊരു റിയൽ നമ്പേഴ്സിനും എങ്ങനെ എഴുതാം? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതാം. എങ്ങനെ ഇതും ഇതിനെ പറഞ്ഞ് 0 പ്ലസ് 0i. ബുദ്ധിമുട്ടില്ല, സിമ്പിൾ സാധനമാണ്, പഠിക്കണോട്ട്. ഇത് പോസിറ്റീവിൻ്റെ. ഇതേപോലെ തന്നെ നെഗറ്റീവ് ഞാൻ പറഞ്ഞുതരാം. അതിനുമുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്. ഡിവിഷനാണ് ഇവിടെ വരുന്നത്. 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇൻ ദ ഫോം ഓഫ് എ പ്ലസ് ഐ ബി എക്സ്പ്രസ്. ഈ ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് ഐ ബി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതൊരു സാധനത്തിന് എ പ്ലസ് ഐ ബി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡിവിഷനാണ് ഇവിടെ വരുന്നത്. അത് നിങ്ങളോട് ഇതിൻ്റെ വാല്യൂ കാണാപ്പടം പഠിക്കാൻ പറയുന്നത്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നമുക്ക് ചെയ്തു വരാം. വാല്യൂ കാണാപ്പടം പഠിക്കണം കേട്ടോ. 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ. ബുക്കിൽ കുറേ വട്ടം ജീവിച്ച് ഇമ്പോർട്ടൻ്റ് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഡിവിഷനാണ്. ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? അടിയിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ റിയൽ പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് ഐയുടെ അപ്പം എന്ത് ചെയ്യുമ്പോൾ 1 പ്ലസ് ഐ. 1 പ്ലസ് ഐ ഇവിടെ മൈനസ് ആണ്, പ്ലസ് ആക്കാം. 1 പ്ലസ് ഐ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അടിയിലും മൾട്ടിപ്ലൈ ചെയ്യുക. തെറ്റാണ്ടിരിക്കാൻ ബ്രാക്കറ്റ് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇനി ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇതുപോലെ തന്നെ ഒന്ന് പറഞ്ഞേ. 1 ഇൻറ്റു 1 ഇനി അടുത്തെന്താണ്? 1 ഇൻറ്റു ഐ. 1ന് സൈൻ പ്ലസ് ആകുമ്പോൾ എന്തിനാ? പ്ലസ് 1 ഇൻറ്റു ഐ. മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കണം. -1 ഇൻറ്റു ഐ എന്നാണ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. എടുത്ത് 1 വെച്ച് അതേപോലെ തന്നെ ഐ വെച്ച് ഐ ഇൻറ്റു 1 പ്ലസ് ആണ് ഐയുടെ സൈൻ. ഐ ഇൻറ്റു 1 കഴിഞ്ഞിട്ടില്ല. അടുത്തെന്താണ്? ഐ ഇൻറ്റു ഐ പ്ലസ് ഐ ഇൻറ്റു ഐ. ഇനി ഡിവൈഡഡ് ബൈ ഇനി നോക്കി അടി നോക്കി ഇതും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അത് കുറേ പേര് തെറ്റിക്കും ഈ ഒരു സാധനത്തിൽ. അപ്പോൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ തന്നെ ചെയ്തോ. 1 ഇൻറ്റു 1 അടുത്ത് പ്ലസ് എന്ന് വെച്ചാൽ ഇവിടെ 1 സൈൻ പ്ലസ് ആണ്. പ്ലസ് 1 ഇൻറ്റു ഐ. ഇനി തെറ്റിക്കരുത്.
പ്ലസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്താണ് മൈനസ് ഐ എന്ന ഉള്ളിലോട്ട് കൊടുക്കേണ്ടത്. മൈനസ് ഐ ഇൻറ്റു വൺ, മൈനസ് ഐ ഇൻറ്റു വൺ. അടുത്തതാണ് മൈനസ് ഐ ഇൻറ്റു ഐ, മൈനസ് ഐ ഇൻറ്റു ഐ. ഓക്കെ, ഇനി ഈക്വൽ ടു പറയും. 1 ഇൻറ്റു 1 എന്താണ് 1. അടുത്ത് 1 ഇൻറ്റു ഐ, അടുത്ത് ഐ ഇൻറ്റു 1 ഐ. അടുത്ത് ഐ ഇൻറ്റു ഐ സ്ക്വയർ, ഐ സ്ക്വയറിന് വാല്യൂ എന്താണ് -1. പ്ലസ് -1 -1 ആവും. ഡിവൈഡ് ബൈ അടിയിൽ ഇതേപോലെ തന്നെ 1 ഇൻറ്റു 1 1 ആണ്, 1 ഇൻറ്റു ഐ പ്ലസ് ഐ ആണ്. അടുത്ത് മൈനസ് ഐ ഇൻറ്റു 1 എന്താണ് മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ. ഇവിടെ പ്ലസ് ഐ, ഇവിടെ എന്ത് വരും മൈനസ് ഐ. പ്ലസ് ഐയും മൈനസ് ഐ കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ടില്ല. ഇനി അവസാനം എന്താണ് മൈനസ് ഐ ഇൻറ്റു ഐ, മൈനസ് ഇട്ട് കൊടുക്കുക. ഐ ഇൻറ്റു ഐ എന്താണ് ഐ സ്ക്വയർ ആണ്, -1 ആണ്. മൈനസും -1 എന്താവും +1 ഉണ്ടാവും. ഇവിടെ നോക്കാം ഐ മൈനസ് ഐ ഇൻറ്റു ഐ, ഐ ഇൻറ്റു ഐ സ്ക്വയർ -1 ആണ്. ഇതിൻ്റെ വാല്യൂ -1 ആണ്. ഇനി ഇവിടെ ഒരു -1 രണ്ടും എന്താവും പ്ലസ് ആവും, +1 ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ നോക്കിക്കോ, ആദ്യം എന്ത് ചെയ്യുക റിയൽ പാർട്സ് ഒരുമിച്ച് ചെയ്താൽ 1 എഴുതാം -1 എഴുതാം. ഐ ഇല്ലാത്ത ടൈം. ഇനി ഐയിലെ ടൈം ഏതൊക്കെയാണ് പ്ലസ് ഐ ഉണ്ട് പ്ലസ് ഐ ഉണ്ട്. ഡിവൈഡ് ബൈ അടിയിലും ഇതേപോലെ തന്നെ റിയൽ പാർട്സ് ഒരുമിച്ച് ചെയ്താൽ 1 ഉണ്ട് +1 ഉണ്ട്. ഇനി ഐ ഉണ്ട് പ്ലസ് ഐ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട് മൈനസ് ഐ ഉണ്ട്, പ്ലസ് ഐ ഉണ്ട് മൈനസ് ഐ ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ വെട്ടിക്കളയാം, സിമ്പിൾ ആയിട്ട് കളയാം. 1 - 1 എന്താണ് 0, 1 - 1 0 പോയി, രണ്ടും പോയി. ഈ ഐ പ്ലസ് ഐ എന്താണ് 2 ഐ എന്നിട്ട് മുകളിൽ. അടിയിൽ 1 + 1 എന്താണ് 2 ആണ് അല്ലേ. ഐ മൈനസ് ഐ, ഐ മൈനസ് ഐ വല്ലതും ഉണ്ടോ ഇല്ല, ഐ കുറച്ച് ഐ പോയി, പരിപാടി ഒന്നുമില്ല. 2i മൈനസ് 2i ബൈ 2, ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു, രണ്ടിലും 2 കോമൺ ആണ്. 2 2 ഒരു പ്രാവശ്യം, അടിയിൽ 2 2 ഒരു പ്രാവശ്യം. 1/1 1 ആവും എന്ന് വെച്ചാൽ എന്തിട്ടും ആൻസർ ഐ ഉണ്ട്. അപ്പോൾ ഈ ആൻസർ കറക്റ്റ് പഠിക്കുക. 1 + i ഡിവൈഡ് ബൈ 1 - i a + ib ഫോം എന്താണ് ഐ. ഈ ഐനെ a + ib ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത്രയും ഇതൊന്നും കരമാർക്ക് കളയും. a + ib ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയാലോ. ഇവിടെ റിയൽ പാർട്ട് ഐ ആണ് അല്ലേ, റിയൽ പാർട്ട് ഇല്ല ഇമാജിനറി പാർട്ട് ഐ ആണ്. റിയൽ പാർട്ട് ഉണ്ട് ഇവിടെ 0. അപ്പോൾ എങ്ങനെ ഇതും പറഞ്ഞേ 0 + i, 0 + i. ബുദ്ധിമുട്ടില്ലല്ലോ. ഇവിടെ റിയൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. പ്ലസ് ഇമാജിനറി പാർട്ട് 1i ആണ്. 1i എഴുതിയാലും i എഴുതിയാലും ഈക്വൽ ആണ്. 1x എഴുതാറില്ലല്ലോ, x നല്ല എഴുതാറ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ i തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൂ. തൊട്ടുമുമ്പുള്ള നമ്മുടെ +1 ക്വസ്റ്റ്യൻ പേപ്പർ, തൊട്ടുമുള്ള +1 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോ. ഇവിടെ നോക്കിക്കോ, ഇവിടെ i raised to -26 കാണണം. അതേപോലെ തന്നെ i raised to 33 ആണ്. ഇത് നിങ്ങൾക്ക് കാണാൻ അറിയാം, തൊട്ടും പഠിച്ച്. ഇവിടെ i raised to -26 കാണണം. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. മൈനസ് ആകുമ്പോൾ ആദ്യം മുതൽ എന്താക്കണം പോസിറ്റീവ് ആക്കി മാറ്റണം. എങ്ങനെ ഇതും പറഞ്ഞേ, എങ്ങനെ ഇതും 1/i raised to 26. ഇനി 1/i raised to 26. ഇനി 26 4 മൾട്ടിപ്പിൾ ആണോ നോക്കാം. 4 മൾട്ടിപ്പിൾ അല്ല അല്ലേ, 24 28 അല്ലേ, 24 28 26 വരുന്നത്. അപ്പം ഇനി 4 മൾട്ടിപ്പിൾ ഏതാ നോക്കാം. തൊട്ട് ശേഷമുള്ളത് 26 ശേഷമുള്ള 4 മൾട്ടിപ്പിൾ ഏതാണ് 28 ആണ്. ഇനി 28 ആയിട്ട് എത്ര ഐ വേണം 26ൻ്റെ ഒപ്പം 2i വേണം. അതെന്ത് ചെയ്യുക ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. തെറ്റിക്കരുത് കേട്ടോ. നെഗറ്റീവ് വരുമ്പോൾ ശേഷമുള്ളത്, പോസിറ്റീവ് വരുമ്പോൾ തൊട്ട് മുമ്പുള്ളത്. അപ്പോൾ അത് നോക്കിക്കോ 1 × i സ്ക്വയർ മോൾ i സ്ക്വയർ ഡിവൈഡഡ് ബൈ i raised to 26 × i ക്യൂബ് എന്ന് വെച്ചാൽ i raised to 26 + 2 i raised to 28. നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്തിലോട്ട് ഇത് മാറി. ഇനി i സ്ക്വയർ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം -1 ആണ്. ഡിവൈഡ് ബൈ i raised to 28 എത്രയാണ്ടാ 4 മൾട്ടിപ്പിൾ ആണ് 1 -1/1 എന്ന് പറഞ്ഞാൽ -1 ഇത്രയും കിട്ടി. ഇനി i raised to 33 നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ ഇത് കാണിച്ചു തന്നെ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒറ്റങ്ങനെ ചെയ്ത് നോക്കി. ഈ സാധനം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സിമ്പിളാണ്. അത് 33 4 മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പോൾ 33ന് തൊട്ട് മുമ്പുള്ള 4 മൾട്ടിപ്പിൾ 4 ചോക്കി 24 28 32. അത് ഉണ്ട് 36 ആണ്. 32 36 ഇടയിൽ 33 തൊട്ട് മുമ്പുള്ള 4 മൾട്ടിപ്പിൾ 32. i raised to 32 ഇൻറ്റു ഇനി എത്ര വേണം 33 ആവാൻ ഒരു ഐ മതി. i raised to 32 എന്താണ് മക്കളെ 32 എന്താണ് 1 ആണ്. 1 × i എന്ന് പറഞ്ഞാൽ എന്താണ് i ആണ്. കിട്ടി, ബുദ്ധിമുട്ടില്ല, സിമ്പിളാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പഠിക്കണോട്ടോ. കഴിഞ്ഞിട്ടില്ല ഇനി എന്ത് ചെയ്യുക എക്സാം ക്വസ്റ്റ്യൻസ്. ഇതായിരുന്നു കഴിഞ്ഞ വട്ടം ഏറ്റവും ടഫുള്ള എക്സാം ആയിരുന്നു മാത്സ് എക്സാം +1 ആയിരിക്കും. ഇതായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടാവുന്ന അവർ പറഞ്ഞിരുന്നത്. ഇത് കറക്റ്റായിട്ട് ചെയ്യാട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. ഇവിടെ മോളൊരു സാധനം തന്നിട്ടുണ്ട് എക്സ്പ്രസ് 1 - i all raised to 6. അതിനാ a + ib ഫോമിലോട്ട് ഇവിടെ x + i y ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. അത് എയും ബിയുമാർ എക്സും വൈ ആയതുള്ളൂ, വേറെ ബുദ്ധിമുട്ടില്ല. സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടില്ല. 11ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, മറക്കരുത്. എപ്പോഴും 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കോംപ്ലക്സിലെ ക്വസ്റ്റ്യൻ വരാം.
ഓക്കെ, ഓൺ എക്സാമിൻ്റെ ആരല്ല പറഞ്ഞത്, മെയിൻ എക്സാമിൻ്റെ ആരും ഉണ്ടാകാൻ പറഞ്ഞത്. ഇനി ഇതിനെ എ പ്ലസ് ഐ ബി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളൂ, എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷനും എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. റേസ് ടു 6 പഠിച്ചിട്ടില്ല, നിങ്ങൾ പഠിക്കും. ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. റേസ് ടു 6, റേസ് ടു 100, റേസ് ടു 1000 ഏത് വേണം നിങ്ങൾ എന്തെങ്കിലും പഠിക്കും. ബൈനോമിയൽ തിയറത്തിൽ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പഠിക്കും. ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ല, അതുകൊണ്ട് ഇതിന് എങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ സാധനം ഇവിടെ നോക്കിക്കോ. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈക്വൽ ടു എങ്ങനെ ഇതിനെ പറഞ്ഞേ, എ റേസ് ടു എം ഇൻറ്റു എൻ ഇതല്ല. അപ്പോൾ ഇതിനൊന്ന് ഞാൻ ചെറുതാക്കാൻ പോകണം. നമ്മൾ പഠിച്ച ഇക്വേഷനിലോട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ അറിയാം? 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ അറിയാലോ. ഇനി റേസ് ടു 6 ആക്കണമെന്ന് വെച്ചാൽ 2 ഇൻറ്റു എന്ത് ചെയ്താൽ 6 കിട്ടും, 3 ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞേ 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ്. അപ്പോൾ 2 ഇൻറ്റു 3 6 ആണ് അല്ലേ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഐ ആണ്. എ സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ എ റേസ് ടു 2 ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ എ റേസ് ടു 2 ഇൻറ്റു 3 എ റേസ് ടു 6 ഇത് കിട്ടി. 1 മൈനസ് ഐ റേസ് ടു 6 വാല്യൂ ചേഞ്ച് ആവുള്ള. ഇനി എന്ത് ചെയ്യുക, 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കിക്കോട്ടാ, 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. 1 എ മൈനസ് ബി ഹോൾ ക്യൂബിൻ്റെ ഇക്വേഷൻ അറിയാലോ. എ മൈനസ് ബി ഹോൾ ക്യൂബ് അല്ല, എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എന്തായിരുന്നു ഇക്വേഷൻ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടുത്തെ എ എന്താണ് മക്കളെ? എ എന്താ നോക്കി പറഞ്ഞേ, ഇതിവിടെ കിടക്കുന്ന സാധനമാണ് എ. ഇനി ബി എന്താണ് നോക്കി, ബി എന്താണ്? ബി ഫുള്ളായിട്ട് പറയണം. ബി എന്താണ്? ഐ. മൈനസ് എടുക്കരുത്, വെറും ഐ. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ നോക്കിക്കോട്ടാ. ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. ഇവിടുത്തെ എ 1 ആണ്. 1 സ്ക്വയർ അത് മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. 2 ഇൻറ്റു എ എന്താണ്? 1 ഇൻറ്റു ബി എന്താണ്? ഐ. അടുത്ത് പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ ഐ സ്ക്വയർ. ഐ സ്ക്വയർ അല്ല, ഐ സ്ക്വയർ നോക്കിക്കോ. 1 സ്ക്വയർ 1 ഇൻറ്റു 1 1 ആണ്. മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു ഐ. 2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 2 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 2i. അടുത്ത് ഇതിവിടെ നോക്കാം. പ്ലസ് ഐ സ്ക്വയർ വാല്യൂ, ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 പ്ലസ് -1 എന്താവും? -1 ഉണ്ടാവും. ഇനി ഇവിടെ എന്ത് ചെയ്യുക, റിയൽ പാർട്ട് ഒരുമിച്ച് ചെയ്താൽ ഇവിടെ 1 ഉണ്ട്, പിന്നെ എന്തുണ്ട്? -1 ഉണ്ട്. ബാക്കി ഇവിടെ എന്താ? ഇമാജിനറി പാർട്സ് -2i. 1 -1 പോയി, ക്യാൻസൽ പോയി. 1 - 1 0 ആണ്. ബാക്കി ഇവിടെ എന്തുണ്ട്? -2i. ആൻസർ ആയിട്ടില്ല. ഇതിന് എന്ത് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം? എ പ്ലസ് ഐ ബി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇവിടെ എന്ത് പാർട്ടില്ല? റിയൽ പാർട്ടില്ല. അപ്പോൾ എന്ത് കൊടുക്കണം? 0 പ്ലസ് -2i എന്ന് എഴുതാം, അല്ലെങ്കിൽ 0 - 2i എന്ന് എഴുതാം. 0 പ്ലസ് -2i എന്താവും? പ്ലസ് മൈനസ് മൈനസ് ആവും. 0 - 2i. ബുദ്ധിമുട്ടില്ലല്ലോ, കറക്റ്റായിട്ട് ചെയ്യണം. സിമ്പിളാണ്. ഞാൻ ചെയ്ത പരിപാടി എനിക്ക് എ റേസ് 6 കാണാൻ അറിയില്ല, അതിന് ചെറുതാക്കി എ റേസ് ടു എം ഓൾ റേസ് ടു എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ എന്ത് ചെയ്ത് 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ്. തലതിരിച്ചും ചെയ്തോട്ടെ. എങ്ങനെ ഇതാ 1 മൈനസ് ഐ ഹോൾ ക്യൂബ് ഹോൾ സ്ക്വയർ. ഏറ്റവും നല്ലത് ഇങ്ങനെ ഇതാണ്. ഹോൾ ക്യൂബ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സ്ക്വയർ ആണ് സിമ്പിൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഒന്നാമത്തെ കിട്ടി നമുക്ക്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ബുദ്ധിമുട്ട് പറയാനൊന്നുമില്ല. നമ്മൾ പഠിച്ചത് 1 + i / 1 - i ആയിരുന്നു. ഇവിടെ ചെയ്യാനുള്ളത് എന്താണ്? 1 - i / 1 + i. ക്വസ്റ്റ്യൻ വായിക്കുക. ഫൈൻഡ് ദ കോർഡിനേറ്റ്. ഒരു സാധനം ഇവിടെ ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ദ റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ 1 - i / 1 + i ഇൻ ദ ആർഗൻറ്റ് പ്ലെയിൻ. നിങ്ങൾക്ക് ആ ക്ലാസ് എടുത്ത് പറഞ്ഞത് ആർഗൻറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞൊന്നുമില്ല. ഒരു കോംപ്ലക്സ് നമ്പറിനെ XY പ്ലെയിൻ 2 ഡയമെൻഷനിൽ റെപ്രസെന്റ് ചെയ്യും. ആ റെപ്രസെന്റ് ചെയ്യുന്ന ആ 2 ഡയമെൻഷണൽ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് ആർഗൻറ്റ് പ്ലെയിൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ 1 - i / 1 + i അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനാ a + ib ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്തിലോട്ട്? a + ib ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കോർഡിനേറ്റ്സ് മാത്രം കണ്ടുപിടിച്ചാൽ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ആണ്. നോക്കിക്കോട്ടെ, കറക്റ്റ് ആണ്. ഇവിടെ നോക്കിക്കോ. നമുക്ക് ആദ്യം 1 - i / 1 + i കണ്ടുപിടിക്കണം. a + ib ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡിവിഷൻ ആണ്, സിമ്പിളാണ്. അടിയിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടില്ല, ഇമാജിനറി പാർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 + i എങ്ങനെ എടുക്കും പറഞ്ഞേ? 1 - i വെച്ച് മോളിലും അടിയിലും മൾട്ടിപ്ലൈ ചെയ്യാം. തെറ്റാണ്ടിരിക്കാൻ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കുറേ വട്ടം ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ കുറേ വട്ടം പറഞ്ഞു. എങ്ങനെയാ? 1 × 1 1 × -i. അതെ, 1 × 1 പ്ലസ് ആണ് 1 അപ്പോൾ എന്ത് ചെയ്യും? +1 × -i കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? -i ഉള്ളിൽ കൊടുക്കുക. -i × 1 കഴിഞ്ഞിട്ടില്ല. -i × അടിയിലും ഇതേപോലെ ചെയ്യാം. ഇതേപോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞേ. 1 × 1 കഴിഞ്ഞിട്ടില്ല. 1 × -i പ്ലസ് ആണ് 1 + 1 × -i
ഇനി ഇതേപോലെ തന്നെ പ്ലസ് ഐ വെച്ച് കൊടുക്കുക. പ്ലസ് ഐ ഇൻറ്റു വൺ, പ്ലസ് ഐ ഇൻറ്റു വൺ കഴിഞ്ഞിട്ടില്ല, പ്ലസ് ഐ ഇൻറ്റു മൈനസ് ഐ, പ്ലസ് ഐ ഇൻറ്റു മൈനസ് ഐ. ഇനി ഇത് ചെയ്യണം നോക്കിക്കോട്ടാ. 1 ഇൻറ്റു 1 എന്താണ് മക്കളെ? 1 ഇൻറ്റു 1 എന്താണ്? 1. എല്ലാവർക്കും അറിയാം. അടുത്തത് 1 ഇൻറ്റു മൈനസ് ഐ മൈനസ് ഐ. അടുത്തത് മൈനസ് ഐ ഇൻറ്റു 1 പിന്നെ മൈനസ് ഐ. തലതിരിച്ചു വന്നുള്ളത് മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ. അടുത്ത് മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ. മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. ഐ ഇൻറ്റു ഐ, ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? മൈനസ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഡിവൈഡ് ബൈ 1 ഇൻറ്റു 1 എന്താണ്? 1. അടുത്ത് 1 ഇൻറ്റു മൈനസ് ഐ മൈനസ് ഐ. അടുത്ത് ഐ ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് ഐ ആദ്യം വന്ന് പിന്നെ പ്ലസ് ഐ വന്നു. ഇനി അടുത്ത് ഇവിടെ ഒന്നും കൂടിയല്ല, ഐ ഇൻറ്റു മൈനസ് ഐ, ഐ ഇൻറ്റു മൈനസ് ഐ. മൈനസ് അവിടെ നിന്ന് കിട്ടെ. ഐ ഇൻറ്റു ഐ എന്നാണ്? ഐ സ്ക്വയർ. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. -1 നോക്കിക്കോ. ഐ ഇൻറ്റു -1 ആദ്യം എന്ത് ചെയ്യാം? ഐ ഇൻറ്റു ഐ, ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. ഇനി -1 എടുത്ത് എന്താവും? +1 അവിടെ എന്ത് ചെയ്യാം? +1. ബുദ്ധിമുട്ടില്ലല്ല. ഇനി നോക്കിക്കോ, ആദ്യം റിയൽ പാർട്സ് ഒരുമിച്ചില്ല. 1 ഉണ്ട്, -1 ഉണ്ട്. ഇനി ബാക്കി എന്തുണ്ട്? മൈനസ് ഐ ഉണ്ട്, മൈനസ് ഐ ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇവിടെ 1 ഉണ്ട്, +1 എഴുതാം. റിയൽ പാർട്സ് ഒരുമിച്ച്. ഇനി ഇമാജിൻ പാർട്സ് മൈനസ് ഐ ഉണ്ട്, പ്ലസ് ഐ ഉണ്ട്. ഓക്കെ, ഇനി മുകളിൽ ചെയ്യാം. ഒന്ന് പറഞ്ഞേ. 1 - 1 ക്യാൻസൽ ചെയ്ത് പോയില്ലേ? പോയി. അടുത്ത് മൈനസ് ഐ മൈനസ് ഐ, -1 -1 -2. അതേപോലെ തന്നെ മൈനസ് ഐ -2i ഡിവൈഡഡ് ബൈ 1 + 1 2 ആണ്. മൈനസ് ഐ പ്ലസ് ഐ, -1 + 1 0. അതേപോലെ തന്നെ മൈനസ് ഐ പ്ലസ് ഐ എന്തായി? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്ത് കിട്ടി? -2i ഡിവൈഡ് ബൈ 2. 2ഉം 2ഉം എനിക്ക് കളയാം. അപ്പോൾ ആൻസർ എന്തായി? ഇവിടെ -i എന്നായി. ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറയണത്. ഇതിൻ്റെ ആർഗൻ്റെ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലൂടെ കണ്ടുപിടി. എന്താവും? 0 - i. അപ്പോൾ 0 - i കിട്ടിക്കേ നമുക്ക്. 0 - i ആണ് a + ib ഫോം. ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യും? എങ്ങനെയാണ് ആർഗൻ്റെ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുക? അതിന് കോർഡിനേറ്റ് പറഞ്ഞ് ഇവിടെ റിയൽ പാർട്ട് ആയിരിക്കുള്ള എക്സ് കോർഡിനേറ്റ്. അപ്പോൾ റിയൽ പാർട്ട് എന്താണ്? 0. എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് ഇമാജിൻ പാർട്ട്. ഇവിടെ ഇമാജിൻ പാർട്ട് എന്താണ്? -1 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോർഡിനേറ്റ്, ആർഗൻ്റെ പ്ലെയിനിൽ കോർഡിനേറ്റ്. മാർക്ക് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്യാൻ അറിയാലോ. നോക്കിക്കോ, 2 ഡയമെൻഷൻ പ്ലെയിനിൽ മാർക്ക് ചെയ്യാൻ പറയുകയാണ്. ഇത് 0 എന്നറിയാം. ഇവിടെ 1, ഇവിടെ 2. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് വരും. ഓക്കെ, മുകളിലോട്ട് പോകുമ്പോൾ 1x, ഇത് y-x ആണ്, ഇത് x-x ആണ്. 2 അടിയിലോട്ട് വരുമ്പോൾ -1 -2. ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 0 മാർക്ക് ചെയ്ത്. ഇനി അടുത്ത -1 എവിടെ ഉണ്ട് വരുന്നത്? ഇതേ -1. 0 -1 കൂട്ടിമുട്ടുന്ന ഭാഗം. ഓക്കെ, 0യും -1 കൂട്ടിമുട്ടുന്നതാകും. ഇത് 0യും -1 കൂട്ടിമുട്ടുന്നത് ഇതാണ്. ഇതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ട് കോർഡിനേറ്റ് ഈ -1 എന്ന് പറയും. -1ലാണ് എന്ത് പറയുന്നത്? 0യും -1 കൂട്ടിമുട്ടുന്ന ഭാഗം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആർഗൻ്റെ പ്ലെയിനിൽ കോർഡിനേറ്റ്. കോംപ്ലക്സ് നമ്പർ മാർക്ക് ചെയ്യുന്ന 2 ഡയമെൻഷൻ പ്ലെയിനിന് ആർഗൻ്റെ പ്ലെയിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയാം. ഇത് ഈ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കൊന്നും വരരുത്. ആർഗൻ്റെ പ്ലെയിൻ എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും ചെയ്യരുത്. കുറേ പേര് കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ നിങ്ങൾ +2 കണ്ടപ്പോൾ എന്ത് ചെയ്തല്? ഈ സാധനം വിട്ട് കളഞ്ഞ് ആർഗൻ്റെ പ്ലെയിൻ എന്ന് കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ സാധനം വെറുതെ മാർക്ക് കളയരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യണില്ല കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവിടെ പറഞ്ഞാൽ 1 + i ഡിവൈഡ് ബൈ 1 - i. അത് ചെയ്യാം. ഏറ്റവും ആദ്യം a + ib മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതിന് a + ib ഫോമിലോട്ട് ആക്കുക. എന്നാൽ അതിന് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ആണ്. ഇനി മുകളിലുള്ള ക്വസ്റ്റ്യൻ i⁻⁻⁻⁵ ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പഠിപ്പിച്ച ക്വസ്റ്റ്യനിൽ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഇതും 11ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇത് തൊട്ടുമുള്ളത്. ഇത് 2024 തൊട്ടും വന്നത്. ഇത് 2023. അപ്പോൾ എല്ലാ ഇയറും 11ാമത്തെ ക്വസ്റ്റ്യനാണ് കോംപ്ലക്സ് നമ്പറിൽ ചോദ്യം വരാം. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ. ഒന്നല്ലേ 2 വീതം, അല്ലെങ്കിൽ ഓരോരുത്തരും 3 മാർക്കും ഓരോരുത്തരും 1 മാർക്കും. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ആണ് കുറേ നാളെ ചോദിക്കാറ്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചിട്ട് പോയി. +1 പിള്ളേർ, കഴിഞ്ഞ +1 പിള്ളേർ. പക്ഷേ ഇത് ചോദിച്ചില്ല. തൊട്ടുമുള്ള ക്വസ്റ്റ്യൻ വെച്ച് ആർഗൻ്റെ പ്ലെയിനിൽ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. തെറ്റിക്കാൻ നിൽക്കരുത്. സിമ്പിൾ ആപ്റ്റർ ആണ്. മാർക്ക് കളയരുത്. 4 മാർക്ക് വെറുതെ കളയരുത്. സിമ്പിൾ ആപ്റ്റർ ആണ്. കറക്റ്റായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ബൈ ബൈ.